പാലപ്പെട്ടിയിൽ ശക്തമായ കടലാക്രമണം. 2 വീടുകൾ തകർന്നു. നിരവധി വീടുകൾ ഭീഷണിയിലാണ്. ശനിയാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലും കടലേറ്റത്തിലും പാലപ്പെട്ടി തീരത്ത് വൻ നാശനഷ്ടം. 2 വീടുകൾ പൂർണ്ണമായും തകരുകയും 4 വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തു. നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. കടൽഭിത്തി നിർമ്മിക്കാത്തതിൽ അധികാരികൾക്കെതിരെ രൂക്ഷമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. രാവിലെ മുതൽ ആരംഭിച്ച കടലാക്രമണത്തിൽ സുലൈമാൻ കറുപ്പം വീട്ടിൽ, വടക്കൂട്ട് മൊയ്തീൻ എന്നിവരുടെ വീടുകളാണ് തകർന്നത്. കിഴക്കേത്തിൽ കോയ, ചുള്ളിയിൽ അലീമ, ഹൈദർ ഉണ്ണിയാൽ വീട്ടിൽ, റസീന ഹാജിയാരകത്ത് എന്നിവരുടെ വീടുകളിലേക്ക് കടൽ വെള്ളം ഇരച്ചു കയറി. കൂടാതെ ഖദീജ ചാലിൽ, സേഫു മരക്കാരകത്ത്, അലിക്കുട്ടി ചെറിയകത്ത്, കുഞ്ഞേരിയകത്ത് ഷംസു, മുസ്തഫ, മൊയ്തീൻ, അബ്ദുൽ മജീദ് വടക്കേപ്പുറത്ത് എന്നിവരുടെ വീടുകൾ ഉൾപ്പെടെ നിരവധി വീടുകൾ ഏതു നിമിഷവും കടലെടുക്കുന്ന സ്ഥിതിയാണ്. വർഷങ്ങളായി ആവശ്യപ്പെട്ടിട്ടും കടൽഭിത്തി നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് സ്ഥിതി ഇത്രയും രൂക്ഷമാകാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. തങ്ങളുടെ ദുരിതത്തിൽ അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും അടിയന്തിരമായി കടൽഭിത്തി നിർമ്മിച്ച് തങ്ങളെ സംരക്ഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് ജനങ്ങളുടെ തീരുമാനം. കാലങ്ങളോളായിട്ട് പാലപ്പെട്ടി കാപ്പിരിക്കാട് മുതൽ പെരുമ്പടപ്പ് പഞ്ചായത്തിൻ്റെ കാപ്പിരിക്കാട് മുതൽ അജ്മീർ നഗർ വരെ കടൽക്ഷോഭം ഉണ്ടായിട്ട് ഈ നശിച്ചു പോകുന്ന കരയിലേക്ക് കടൽ കയറിയിട്ട് വീടുകളും മറ്റുള്ളവർക്കും വർഷങ്ങളായിട്ട് സാധാരണ ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2019 ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ കടൽഭിത്തിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കളക്ടർ ചേംബറിൽ ഇറിഗേഷൻ്റെ എഞ്ചിനീയർമാരും MLAയുടെയും MPയുടെയും ഒക്കെ ഈ ഉത്തരവാദിത്തപ്പെട്ട അവരെ PM ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പൊന്നാനി മണ്ഡലത്തിലെ താലൂക്കിലെ മറ്റ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ, അതുപോലെ എലുമ്പടപ്പ് ബ്ലോക്ക് പ്രസിഡൻ്റൊക്കെ ഇരിക്കുന്ന മീറ്റിങ്ങിൽ നമ്മൾ ഉന്നയിച്ചതാണ്. പാലപ്പെട്ടിയിൽ ഈ മേഖലയിൽ കെട്ടിയ കടൽഭിത്തി, പ്രത്യേകിച്ച് തീരദേശത്ത് പൊന്നാനി താലൂക്കിൻ്റെ പൊന്നാനി മുതൽ കാപ്പിരിക്കാട് വരെയുള്ള മേഖലയിൽ കെട്ടിയ കടൽഭിത്തി മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനുള്ള ഫണ്ട് ഉപയോഗിച്ച് ഇറിഗേഷൻ്റെ അതിന് ഫണ്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അന്നത്തെ സമയത്ത്. അപ്പോൾ ഇറിഗേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് കളക്ടർ ഓർഡർ കൊടുത്തിട്ട് കടൽഭിത്തി കെട്ടിയ കടൽഭിത്തി എല്ലാ വർഷവും അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം. കാരണം കടൽ ക്ഷോഭം ഉണ്ടാവുമ്പോൾ കടൽ തിരമാലകൾ കയറി വരുമ്പോൾ ഈ കല്ലിൻ്റെ അടിയിൽ നിന്ന് മണ്ണിളകിപ്പോയിട്ട് ആദ്യം ഇട്ട കല്ലുകൾ 2017-ലും 2018-ലും ഇട്ട കല്ലുകൾ ഇളകിയത് 2019 നമ്മളതിൻ്റെ ഉദാഹരണം കളക്ടർ ചേംബറിൽ വെച്ചിട്ട് കളക്ടറോടും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞതാണ്. അന്ന് അവരത് ചെവി കൊണ്ടില്ല. അന്ന് അവരതിനെ ഒരു പുതിയ പദ്ധതിയുമായിട്ടാണ് വന്നത്. ജിയോ ബാഗ് 2018-ലും 2019-ലും 2020-ലും ഈ പൊന്നാനിയുടെ തീരദേശ മേഖലയിൽ പ്രത്യേകിച്ച് പെരുമ്പടപ്പ് പഞ്ചായത്തിൻ്റെ പാലപ്പെട്ടി, കാപ്പിരിക്കാട്, അജ്മീർ നഗർ എന്ന മേഖലയിലിട്ട് അത് ആ ഇട്ട വർഷം തന്നെ ജിയോ ബാഗ് നശിച്ചു പോവുകയും അത് പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കല്ലുകൾ ഇങ്ങനെ കൂട്ടിവെച്ച് വലിയ പാറകൾ കൊടുത്തിട്ട് കടലിൽ തള്ളി വിടുന്നതിനേയും കാട്ടി ഉള്ളത് എല്ലാ വർഷവും മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ കടൽഭിത്തി ഒരുപാട് കാലം നിലനിൽക്കുന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ അറിവ് നമുക്കുണ്ട്. ഇത് ആണ് അധികാരികൾ ചെയ്യേണ്ടത്. അധികാരികൾ കല്ലിട്ട കല്ലുകൾ കടൽഭിത്തികൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ വർഷവും അത് ഉറപ്പിച്ച് നിർത്തുന്ന രീതിയിലുണ്ടായാൽ ഇന്ന് ഈ പാലപ്പെട്ടി മേഖലയിലുണ്ടായ ഇത്രയും വീടുകൾക്കോ അല്ലെങ്കിൽ ഈ നാശനഷ്ടങ്ങൾക്കോ ഇത്രയും ഈ അത്യാഹിതത്തിനുണ്ടായ സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അന്തിറങ്ങുന്നതാണ് ഇതെങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കിയെന്നോ അല്ല. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഞാനതിൻ്റെ ഉപ്പച്ചൊക്കെ മത്സ്യത്തൊഴിലാളികളാണ്. ഇതിപ്പോ നമ്മളിത് രണ്ടാമത് വരെ കല്ലിടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമരങ്ങൾ ചെയ്തു. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല നമുക്ക്. കാരണം ഞങ്ങൾക്ക് ഒരു മനസ്സിൽ ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കല്ലിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് സമരങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇല്ല, അതിനൊരു MLA ഉണ്ട് ഇവിടെ. ഒരു MLA തിരിഞ്ഞു നോക്കിയിട്ടില്ല. പഞ്ചായത്തോ വില്ലേജോ ഓഫീസറോ കളക്ടറോ ആരും ഞങ്ങളെ ആവശ്യം എന്താണെന്നറിയോ? ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, ഏത് മതക്കാരനായിക്കോട്ടെ, ഒക്കെ മനുഷ്യന്മാരാണ്. ഈ രാഷ്ട്രീയക്കാരെന്ന് വെച്ചാൽ ഇലക്ഷന്റെ ടൈമിൽ മാത്രം ഞങ്ങളൊരു വിരലിന് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അത് ഞങ്ങൾ പട്ടിണി കിടന്നാലും വീട്ടിൽ ചോറ് വെച്ചില്ലെങ്കിൽ ഞങ്ങൾ വരിക്കുന്നിട്ട് ഞങ്ങൾ
ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണ് ഞങ്ങൾ വോട്ട് ചെയ്യണത്? ഞങ്ങൾ വെറുതെ ഒരാളെ കൊണ്ടുപോയിട്ട് മന്ത്രിയായിട്ടോ MLA ആയിട്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടോ ഒന്നുമല്ല ഞങ്ങൾ ഇതാക്കണത്. ഞങ്ങൾക്ക് ഞങ്ങളായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം എന്നുള്ള ലെവലിലാണ് ഞങ്ങൾ എന്ത് ചെയ്യണത്, ഈ വോട്ട് ചെയ്യണത് അല്ലേ? ഈ വോട്ട് ചെയ്യണതാണ്. എൻ്റെ ഉപ്പ സുഖമില്ലാത്ത ഒരാളാണ്. എൻ്റെ ഉപ്പ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. എൻ്റെ ഉപ്പ മത്സ്യത്തൊഴിലാളിയാണ്. ഞങ്ങൾക്ക് വേറെ എൻ്റെ മക്കൾക്കോ എൻ്റെ ഉപ്പാക്കോ ഉമ്മാക്കോ ആർക്കും ഇവിടെ ഞങ്ങളെ വീട് മാത്രല്ല ഒരുപാട് എല്ലാവരുടെ വീട് ഇവിടെ പോയിട്ടുണ്ട്. ഞങ്ങളിവിടെ സമരം ചെയ്ത് ഉപ്പ ആൾക്കാരെല്ലാരും സമരം ചെയ്തിട്ട് എന്ത് ചെയ്ത് ഇതെന്താ അറിയോ, ഇതാകെ ഒരു 4 കല്ല് എന്ത് കാര്യത്തിന്